കാസർഗോഡ് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ CPM-നെ കടന്നാക്രമിച്ചും രൂക്ഷമായി പരിഹസിച്ചും അഡ്വക്കേറ്റ് ജയശങ്കർ. കൊലപാതകത്തിന് ശേഷം പതിവ് പോലെ CPM പല്ലവി പാർട്ടിക്ക് പങ്കില്ലെന്നതിനെയും ജയശങ്കർ പരിഹസിക്കുന്നു. ഇത്തരക്കാർക്കെതിരെ പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും ഇവർക്ക് കുടിക്കാൻ വെള്ളം പോലും നൽകില്ലെന്നും ജയശങ്കർ തന്റെ FB പോസ്റ്റിൽ CPM-നെ കളിയാക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. കാസർഗോഡ് ജില്ലയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊന്ന സംഭവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ യാതൊരു പങ്കുമില്ല. പാർട്ടി പ്രവർത്തകർ ആർക്കെങ്കിലും കൊലപാതകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ അവരെ പാർട്ടിയിൽ വെച്ചു പൊറിപ്പിക്കില്ല, ഒരു സഹായവും ചെയ്യില്ല, ദാഹിച്ചാൽ വെള്ളം പോലും കൊടുക്കില്ല. മാന്യരെ, അക്രമത്തിൽ വിശ്വസിക്കാത്ത പാർട്ടിയാണ് CPM. ആരെങ്കിലും വെട്ടിക്കൊന്ന് വിപ്ലവം നടത്താമെന്ന് ഞങ്ങൾ വ്യാമോഹിക്കുന്നില്ല. ശാന്തിയും സമാധാനവുമാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ഗൗതമ ബുദ്ധനും മഹാത്മാഗാന്ധിയുമാണ് ഞങ്ങളുടെ വഴികാട്ടികൾ എന്നാണ് ജയശങ്കർ കുറിച്ചിരിക്കുന്നത്. അതേസമയം പെരിയയിലെ ഇരട്ട കൊലപാതകത്തിൽ രണ്ട് CPM അനുഭാവികൾ പിടിയിലായിട്ടുണ്ട്. കൃപേഷിനെ ഭീഷണിപ്പെടുത്തിയവരും വൈരാഗ്യമുണ്ടായിരുന്ന CPM പ്രവർത്തകരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കൊലയാളികൾ അതിർത്തി കടന്നെന്ന സംശയത്തെ തുടർന്ന് കർണാടക പോലീസിന്റെ സഹായം തേടിയതിനൊപ്പം അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവം രാഷ്ട്രീയ കൊലപാതകമാണെന്നും പിന്നിൽ CPM ആണെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് CPM അനുഭാവികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. കൊല നടന്ന പ്രദേശത്തിന് സമീപത്ത് നിന്ന് രണ്ട് ബൈക്കുകളും മൊബൈലുകളും കണ്ടെടുത്തു. നിലവിൽ കസ്റ്റഡിയിലുള്ളവരുടേതാണ് ഈ ബൈക്ക് എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഇവർക്ക് കൊലയിൽ പങ്കോ അറിവോ ഉണ്ടെന്നാണ് സംശയിക്കുന്നത്. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മൊബൈലിലേക്ക് 12 മണിക്കൂറിനിടെ എത്തിയ ഫോൺ വിളികളും പരിശോധിച്ചു വരികയാണ്. കൊലയിലേക്ക് നയിച്ച കാരണമെന്ന നിലയിൽ രണ്ട് സാഹചര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ ഫെബ്രുവരി, ജൂലൈ മാസങ്ങളിൽ CPM പ്രവർത്തകരായ നിതിൻ, അരുണേഷ്, നീരജ് എന്നിവർ സമൂഹ മാധ്യമങ്ങളിലൂടെ കൃപേഷിന് വധഭീഷണി മുഴക്കിയത്. കൃപേഷിന്റെ പരാതിയിൽ കേസെടുത്ത ഇവർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. ജനുവരി 5, 6 തീയതികളിൽ CPM നിയന്ത്രണത്തിലെ ക്ലബ്ബ് ആക്രമിച്ചതിനും പീതാംബരൻ എന്നയാളെ ആക്രമിച്ചതിനും കൃപേഷിനും ശരത്തിനുമെതിരെ കേസുണ്ടായിരുന്നു. ഇതിന്റെ വൈരാഗ്യം കൊലയിൽ കലാശിച്ചതെന്നാണ് മറ്റൊരു സംശയം. കൊലയാളി സംഘം കർണാടക അതിർത്തി ഗ്രാമങ്ങളിലേക്ക് കടന്നിരിക്കാമെന്ന വിലയിരുത്തലിൽ അന്വേഷണത്തിന് കർണാടക പോലീസിന്റെ സഹായം തേടി. ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു. DYSP M പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം പ്രവർത്തിക്കുക. ADGP അനിൽകാന്ത് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും കാസർഗോഡ് ക്യാമ്പ് ചെയ്യുന്നതായും DGP അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.